കഥ ക്രൂരൻ. രചന നല്ലശിവം ഗണേഷ് കുമാർ. മുറ്റത്ത് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത ശേഷം അച്ഛൻ്റെ ഗൗരവം കലർന്ന ശബ്ദം. ഇറങ്ങിയില്ലേ? വരൂ വേഗം. ഡാ, ഇനി വൈകിക്കണ്ട. ഇൻ്റർവ്യൂവിന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അമ്മയുടെ ആശ്വാസവാക്കുകൾ. അല്ലെങ്കിലും അച്ഛന് എപ്പോഴും എന്നെ പെട്ടെന്ന് പറഞ്ഞയക്കാൻ ഭയങ്കര ധൃതിയാ അമ്മേ. എൻ്റെ നീരസം പുറത്തു വന്നു. ട്രെയിൻ മിസ് ചെയ്താൽ അറിയാലോ, പിന്നെ ബസ്സിനെ ആശ്രയിക്കണം. 9 മണിക്കൂറിന് പകരം ഉറക്കവും ടോയ്ലറ്റും ഒന്നുമില്ലാതെ 12 മണിക്കൂർ എടുക്കും. വീണ്ടും അച്ഛൻ്റെ അതേ ശാഠ്യസ്വരം. അച്ഛൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിലിരുന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ ആരെന്നറിയില്ല ഒരാൾ വന്ന് എന്നെ കൃത്യമായ പ്ലാറ്റ്ഫോമിൽ കൃത്യമായ കോച്ചിൽ കൊണ്ടെത്തിക്കുകയും എനിക്ക് വേണ്ടി കാത്തു നിന്നതുപോലെ ട്രെയിൻ അനങ്ങി തുടങ്ങുകയും ചെയ്തു. എല്ലാം സെറ്റായി എന്ന് അമ്മയെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. അമ്മേ, അച്ഛൻ്റെ ഈ ധൃതിയും സ്വഭാവവും ഒന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതിനിടയ്ക്ക് വഴിയിൽ സ്കൂട്ടർ നിർത്തി ആരോടോ എന്തോ ഒരു വേണ്ടാത്ത ഫോൺ കോളും. മൊത്തത്തിൽ അങ്ങേർക്ക് എന്നെ എവിടെയെങ്കിലും ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് സുഖിക്കണം. എൻ്റെ ശമ്പളവും വീട്ടിലെത്തുമെന്ന കണക്കൂട്ടലാകും. അച്ഛൻ്റെത് വല്ലാത്തൊരു ക്രൂര മനസ്സ് തന്നെ അമ്മേ. ഒന്നും മറുപടി പറയാതെ അമ്മ എല്ലാം കേട്ടുനിന്നു. കൃത്യസമയത്ത് തന്നെ ട്രെയിൻ എത്തിച്ചേർന്നത് കാരണം ബുക്ക് ചെയ്ത ലോഡ്ജിൽ നന്നായി ഉറങ്ങുവാനും പറ്റി. രാവിലെ കൃത്യസമയത്ത് എഴുന്നേറ്റ് ഫ്രഷായി ബാഗിൽ സർട്ടിഫിക്കറ്റും അത് വച്ചിരുന്ന പൗച്ചും ഒക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. പക്ഷേ കണ്ണട മാത്രം കാണുന്നില്ല. കിടന്നപ്പോൾ ട്രെയിനിൻ്റെ ചെയിനിൽ കൊളുത്തിയിട്ട ഒരു ഓർമ്മ തെളിഞ്ഞു വന്നു. പക്ഷേ ഇറങ്ങിയപ്പോൾ എടുത്തില്ല. ഉറപ്പ് അതില്ലാതെ എനിക്ക് പറ്റുകയുമില്ല. അമ്മേ, എൻ്റെ കണ്ണട ട്രെയിനിൽ നഷ്ടപ്പെട്ടു. ഉടൻ തന്നെ ഞാൻ ഫോണിൽ അമ്മയെ അറിയിക്കുകയും ചെയ്തു. ഫോണിലൂടെയുള്ള എൻ്റെ ഈ വിഷമം കേട്ടതോടെ അമ്മ ഉച്ചത്തിൽ എൻ്റെ ഭഗവാനെ എന്ന് വിളിക്കുന്നതും ഇത് കേട്ട് അച്ഛൻ എന്താണ് എന്ന് ഓടി വരുന്നതും എനിക്ക് കേൾക്കാമായിരുന്നു. അതുകൊണ്ടൊന്നും ഒരു രക്ഷയുമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അതിനുള്ള മറുപടി എന്നോണം അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശവും എൻ്റെ ഫോണിലൂടെ ഒഴുകിയെത്തി. അവനോട് വിഷമിക്കണ്ടെന്ന് പറയൂ. അവൻ്റെ ബാഗിൽ കൈയിട്ടൊന്ന് തപ്പാൻ പറയൂ. ഏറ്റവും അടിയിലായി ഒരു കണ്ണടയുടെ കവർ ഒന്ന് തടയും. അതിൽ ഒരു സ്പെയർ കണ്ണട വച്ചിട്ടുണ്ട്. എപ്പോഴും ഒരു എക്സ്ട്രാ കണ്ണട ഞാൻ കരുതാറുണ്ട്. അവന് മാത്രമല്ലടോ, തനിക്കും. ഇത് കേട്ടയുടനെ അമ്മയുടെ നിശബ്ദത ഞാൻ ഫോണിലൂടെ അനുഭവിച്ചറിഞ്ഞു. കാരണം ആ ആനന്ദവും ആ അച്ഛനെക്കുറിച്ചുള്ള അഭിമാനവും കുറച്ചൊന്നുമല്ലല്ലോ. പെട്ടെന്ന് അമ്മയുടെ പതിഞ്ഞ സ്വരത്തിൽ അച്ഛനോടൊരു ചോദ്യം. അപ്പോൾ നിങ്ങൾക്കുമില്ലേ സ്പെയർ കണ്ണട? അതേ പതിഞ്ഞ സ്വരത്തിൽ അച്ഛൻ്റെ മറുപടിയും എൻ്റെ ഫോണിൽ ഒഴുകിയെത്തി. ഉണ്ട്. ഒന്നല്ല, 2 സ്പെയർ കണ്ണടകൾ ഞാൻ വച്ചിട്ടുണ്ട്. ഒന്ന് നീയും മറ്റൊന്ന് അവനും. പോരേടോ എനിക്ക് കാണാൻ.